അന്ന് ബിന്ദു പണിക്കരുണ്ട്, ബിന്ദു ഞാനുണ്ട്, ബിന്ദു രാജൻ എന്ന് ഞാൻ എപ്പോഴും പറയാറുള്ളൂ. പക്ഷെ നമ്മൾ എവിടെ നിന്നാണ് എന്താണെന്ന് ചോദിക്കുമ്പോഴാണ് വരാപ്പുഴ എന്ന് വന്നത്. അമ്പിളിച്ചേട്ടൻ്റെ കൂടെ ആദ്യമൊക്കെ നിൽക്കുമ്പോൾ ഒരു ഇതൊക്കെ അമ്പിളിച്ചേട്ടൻ ചുമ്മാ ഇതൊക്കെ പറഞ്ഞ് നമ്മളെ ചിരിപ്പിക്കുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ ഒരു ചമ്മൽ ഇതൊക്കെയാണ്. അവൻ എന്നോട് പറയുക അങ്ങോട്ട് ആടി അങ്ങോട്ട് ചെയ്യങ്ങട് എന്ന് പറയുന്നു. നാടൻ വേഷം എപ്പോഴും പോലെ മുണ്ടും ബ്ലൗസ് എല്ലാവർക്കും ഭംഗിയുള്ള വേഷം. നമ്മുടെ നാട്ടിലൊന്നും സിനിമ ഷൂട്ടിംഗ് ഒന്നുമില്ല, കണ്ടിട്ട് പോലുമില്ല. ഞാൻ ആദ്യമായിട്ട് കണ്ടിരിക്കുന്നത് ഉണ്ണിമേരീനെയാണ് കണ്ടിരിക്കുന്നത്. അല്ലാതെ ഞാനങ്ങനെ മാറി നിന്നില്ല. ആ സമയത്ത് ന്യൂജൻ പടത്തിൻ്റെ ഒരു തുടക്കം സമയമായി. അങ്ങനെ ഒന്നും ഭയങ്കര ഇഷ്ടപ്പെട്ട ക്യാരക്ടറിന് ഇതുവരെ ഇങ്ങോട്ട് സത്യത്തിൽ കിട്ടിയിട്ടില്ല. ഹലോ എവ്രി വൺ, ഇന്ന് നമ്മുടെ കൂടെയുള്ളത് 90s-ലും 2000-ലൊക്കെ കുറേ സിനിമകളിൽ വേഷമിട്ട ബിന്ദു വരാപ്പുഴയാണ്. നമസ്കാരം ചേച്ചി. നമസ്കാരം. ചേച്ചി 93-ലാണല്ലേ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്? 91 ആണ്. ഓക്കെ, ഗൂഗിളിൽ നോക്കുമ്പോൾ 93 ആണ്. അതുകൊണ്ട് ഗൂഗിൾ മറന്നുപോയിട്ടുണ്ടാവും, മാറിപ്പോയതായിരിക്കും. ഓക്കെ, അവിടുന്ന് 2005 വരെയാണ് ഭയങ്കര ആക്റ്റീവായിട്ട് നിന്നിട്ടുള്ളത്. എനിക്ക് അങ്ങനെ കറക്റ്റ് വർഷമൊന്നും എനിക്ക് ആക്റ്റീവായിട്ട് എത്ര വർഷം നിന്നു എന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. കണ്ടിന്യൂസ് ആയിട്ട് തുടങ്ങി ഉണ്ടായിരുന്നു. നല്ല തിരക്കായിരുന്നു. അന്നും ഇന്നും ആളുകൾ ഓർത്തിരിക്കുന്നത് മുംതാസിനെ തന്നെയാണ്. തീർച്ചയായിട്ടും. ഇപ്പോഴും നടന്നു പോകുമ്പോഴത്തേക്ക് ആളുകൾ അതൊക്കെ ചോദിക്കാം. തീർച്ചയായിട്ടും മുംതാസ് അല്ലേ എന്ന് ചോദിക്കും. അല്ലെങ്കിൽ അയ്യോ നല്ല ഇത് മനസ്സിലായിട്ടാ അന്നത്തേലൊക്കെ എത്രയും മാറ്റം വന്നു. അല്ലെങ്കിൽ ചിലർ പറയും ഒരു മാറ്റമില്ല, അത് തന്നെയാണെന്ന് പറയും. ഓക്കെ, ആ സമയത്ത് സിനിമകളിൽ ഭയങ്കര തിരക്കായി ലൈം ലൈറ്റിൽ നിന്നിരുന്ന ഒരാളായിരുന്നു. തീർച്ചയായും. പിന്നെ കുറച്ച് അങ്ങ് മാറി. അത് ബോധപൂർവമായിട്ട് ഇങ്ങനെ മാറിയതാണോ? ഞാൻ മാറിയതെന്ന് വെച്ചാൽ ഒരു 2014-15 ഒക്കെ ആയപ്പോഴാണ്. അന്ന് പൊതുവെ എല്ലാവർക്കും വർക്ക് കുറഞ്ഞിരിക്കുന്ന ഒരു സമയമായിരുന്നു. എനിക്കും കുറഞ്ഞു. ആ സമയത്ത് നമ്മൾ അവിടെ തന്നെ ഇങ്ങനെ പമ്പി കിടന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ വേറെ ജോലി നോക്കി. മകൾക്ക് ജോലി ബാംഗ്ലൂർ കിട്ടി. അങ്ങനെ ഷിഫ്റ്റ് ചെയ്ത. അല്ലാതെ ഞാനങ്ങനെ മാറി നിന്നില്ല. ആ സമയത്ത് ന്യൂജൻ പടത്തിൻ്റെ ഒരു തുടക്കം സമയമായിരുന്നു. ഓക്കെ, അപ്പൊ അതിന്റെ ഭാഗമാവാനുള്ള ഒരു ശ്രമം അതിൻ്റെ ഭാഗമാകാനായിട്ടുള്ള ശ്രമം എന്ന് വെച്ചാൽ വർക്ക് നമുക്ക് നോക്കി. അന്ന് ക്യാരക്ടേഴ്സ് കുറവല്ലേ. എന്നെപ്പോലെ എൻ്റെ ഏജുള്ള പലർക്കും വർക്ക് ഇല്ലായിരുന്നു. ഒത്തിരി പേര് മാറിയിരുന്നു. ജെൻസിനായിരുന്നു കൂടുതൽ, ഫീമെയിൽ ആർട്ടിസ്റ്റിന് വർക്ക് കുറവായിരുന്നു. ഇപ്പൊ വീണ്ടും മാറിയില്ലേ അങ്ങനത്തെ ക്യാരക്ടർ റോൾസ്? ഇപ്പൊ വീണ്ടും അതേപോലെ സിനിമ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ തന്നെ ഒരു വർക്ക് ചെയ്യാൻ പോകുന്നത് ഒരുപാട് ആർട്ടിസ്റ്റ് ഉള്ളൊരു പടത്തില് ഡിസംബർ ലാസ്റ്റ് ജാനുവരി ഫസ്റ്റ് വീക്ക് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്രോച്ച് ചെയ്തായിരുന്നു അങ്ങനത്തെ കുറെ? അപ്പൊ ഇനി നമുക്ക് സജീവമായിട്ട് കാണാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഉണ്ടാവും. പ്രൊഡ്യൂസർമാർ റെഡി ആണെങ്കിലല്ലേ സജീവമായിട്ട് പടം ഉണ്ടാവുള്ളൂ. അല്ല നമ്മൾ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ. തീർച്ചയായിട്ടും ഒരുപാട് പടങ്ങൾ അതേപോലെ വരണം എന്നാണ് എൻ്റെയൊക്കെ ആഗ്രഹം. കാരണം ന്യൂജൻ പടമൊന്നും എല്ലാം ഒന്നും നമുക്ക് ദഹിക്കത്തില്ല. ചിലതൊന്നും മനസ്സിലാവത്തില്ല. എന്താണ് അഭിനയിക്കുന്നവർക്ക് പോലും അത് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അവർ പറയുന്നു ചെയ്യുന്നു എന്നല്ലാതെ പണ്ടത്തെ പോലെ നമുക്ക് ചില എത്രയോ പടങ്ങൾ നമുക്ക് വീണ്ടും വീണ്ടും ടി വിയിൽ വരുമ്പോൾ നമുക്ക് കാണാൻ തോന്നുന്നു. നമുക്ക് മടുപ്പില്ല. അതേസമയം ഇപ്പോഴത്തെ പടങ്ങളൊക്കെ കുറച്ച് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രണ്ടാമതൊന്നും കാണാനായിട്ട് നമ്മളപ്പോൾ ചാനൽ ഇപ്പോൾ ടി വിയിലാണ് വന്നിരിക്കുന്നത്. നമ്മൾ ചാനലും എൻ്റെ അഭിപ്രായം ഉണ്ടോ, എല്ലാവർക്കും എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അതേസമയം പഴയ നല്ല കുറേ അധികം പടങ്ങളുണ്ട്. ഇപ്പം ഞാൻ തന്നെ വർക്ക് ചെയ്തേക്കണ ഒരുപാട് പടങ്ങൾ ഭയങ്കര ഹിറ്റ് പടങ്ങളാണ്. അതൊക്കെ നമുക്ക് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടല്ല, ആ പടങ്ങൾ എപ്പോഴും നല്ലതാണ്. ജനങ്ങൾക്ക് എപ്പോഴും മനസ്സിൽ കാണുന്ന ഇഷ്ടപ്പെടുന്ന കഥാപാത്രങ്ങളും അതിൻ്റെ സബ്ജക്റ്റും ആണെങ്കിൽ അതാണ്. അപ്പോൾ അവർ എത്ര പ്രാവശ്യം കണ്ടാലും അത് മതിയാവത്തില്ല. സ്ഫടികം കാണാത്തവർ ആരെങ്കിലും ഉണ്ടോ? റീ റിലീസ് നമ്മൾ തിയേറ്ററിൽ പോയി കണ്ടു എന്ന് വെച്ചിട്ട് ആരും വീണ്ടും കാണാതെ ഉണ്ടോ? അത് വീണ്ടും കാണും. കാരണം വെച്ചാൽ അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള പടങ്ങളാണ്. അതുകൊണ്ടാണ് വീണ്ടും റീ റിലീസ്. പിന്നെ തീർച്ചയായിട്ടും ഇപ്പൊ അത് സ്ഫടിക റീ റിലീസ് ചെയ്തോടുകൂടി പിന്നെ ഒത്തിരി പടങ്ങൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സ്ഫടികത്തിന്റെ അത്രയും എല്ലാ പടങ്ങളും അതേപോലെ പോയോന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. എനിക്ക് മുംതാസിനെ പോലെ ചേച്ചിനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന വേറൊരു ക്യാരക്ടർ മിന്നാമിനിങ്ങിന്റെ മിന്നുകെട്ട്. അതിനകത്ത് ഒരു കോമഡി ക്യാരക്ടർ കാതര. പക്ഷെ ജനങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റിയൊരു ക്യാരക്ടറാണ്. ആ ഒരു അതെ, പിന്നെ തീർച്ചയായിട്ടും ജനാർദ്ദനൻ ചേട്ടനാണോ പേര് മാറ്റാൻ വേണ്ടി സജസ്റ്റ് ചെയ്തത്? അത് സിനിമയിൽ അങ്ങനെ ആയിപ്പോയതാണ്. അന്ന് ബിന്ദു പണിക്കരുണ്ട്, ബിന്ദു ഞാനുണ്ട്, ബിന്ദു രാജൻ എന്ന് ഞാൻ എപ്പോഴും പറയാറുള്ളൂ. പക്ഷെ നമ്മൾ എവിടെ നിന്നാണ് എന്താണെന്ന് ചോദിക്കുമ്പോഴാണ് വരാപ്പുഴ എന്ന് വന്നത്. അപ്പൊ അങ്ങനെ അങ്ങോട്ട് ആയിപ്പോയതാ, വരാപ്പുഴയിൽ നിന്നുള്ള ബിന്ദു എന്ന് പറഞ്ഞിട്ട്. അന്ന് അങ്ങനെ ഒരു ന്യൂസ് കിടക്കുന്നുണ്ട് കേട്ടോ, ജനാർദ്ദനൻ ചേട്ടനാണ് സജസ്റ്റ്. ജനു അങ്കിള് നമ്മുടെ ഒരു റാഫി മെക്കൻ ഒരു പടത്തില്, ഷാഫിയുടെ ഒരു പടത്തില് അതിനകത്ത് ആർട്ടിസ്റ്റുകൾക്ക് പേരിടുമ്പോൾ, നായികക്ക് പേരിടുമ്പോൾ
എൻ്റെ പേര് പറയുന്നുണ്ട്, സജസ്റ്റ് ചെയ്യുന്നുണ്ട്, നമുക്ക് ബിന്ദു വരാപ്പുഴന്ന് ഇട്ടാലോ എന്നൊക്കെ പറഞ്ഞിട്ട്. ആ, അത്രേ ഉള്ളൂ. അല്ലാതെ ജനങ്ങൾ അങ്ങനെ ഒന്നും പറഞ്ഞിട്ട് പറഞ്ഞിട്ടില്ല. എനിക്കറിയില്ല കേട്ടോ. പക്ഷെ സത്യത്തിൽ ഇതാണ് സംഭവം. സംഭവിച്ചത്. ചേച്ചി ഡാൻസ് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഞാൻ ഡാൻസ് കുറേ അധികം പഠിച്ചു. ആ ഡാൻസിന്റെ ഭാഗമായിട്ടായിരുന്നു സിനിമയിലേക്കുള്ള എൻട്രി? ഒരിക്കലുമല്ല. രണ്ടും രണ്ടാണ്. രണ്ടും രണ്ടാണ്. എനിക്ക് ചെറുതിലേ തുടങ്ങി ഡാൻസും പാട്ടും ഒക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തുടങ്ങി എല്ലാത്തിലും പങ്കെടുക്കുന്ന കൂട്ടത്തിലായിരുന്നു. നാടകം മുതൽ പാട്ട് പാടും, പിന്നെ ഡാൻസും കളിക്കും. അപ്പോൾ അതിനോട് ഇഷ്ടമുള്ളതുകൊണ്ട് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ശരിക്കും ഭരതനാട്യമൊക്കെ ഞാൻ കുറേ അധികം പഠിച്ചത്. ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടല്ല. അല്ല, ഓൾറെഡി അതിനെ അതെ, പഠിച്ചിട്ടായിരുന്നു അതിനോട് ഇഷ്ടമായിരുന്നു എപ്പോഴും. ഞാൻ അതുപോലെ തന്നെ എൻ്റെ മോളെയും പഠിപ്പിച്ചു, കുട്ടീനെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാവരും ഒരു കലാകുടുംബമാണ്. തീർച്ചയായിട്ടും. എൻ്റെ ചേട്ടന് നല്ലൊരു കലാ ആസ്വാദകനായിരുന്നു. ഓക്കെ, പുള്ളി നന്നായിട്ട് പാട്ടൊക്കെ പാടുമായിരുന്നു, ഇഷ്ടമായിരുന്നു എല്ലാം. ചെയ്യാനായിട്ട്. തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഇവിടം വരെയൊക്കെ എത്തിയത്. അല്ലെങ്കിൽ ഒരിക്കലും, കാരണം ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഫീൽഡിൽ വന്നിരിക്കുന്നത്. കല്യാണം കഴിഞ്ഞ് കുട്ടിയായതിനു ശേഷമാണ് ഫീൽഡിൽ വന്നത്. അത് ഒരു മിക്കവർക്കും എനിക്ക് തോന്നുന്നു അറിയത്തില്ലെന്ന് തോന്നുന്നു. ഒരിക്കലും കല്യാണത്തിന് സാധാരണ ആ സമയത്ത് ആരും അങ്ങനെ വരില്ല. പിന്നെ ഫാമിലി നമ്മളപ്പോ അത്രേ ഏജൊക്കെ ആയിട്ടുള്ളൂ എല്ലാവരും. കല്യാണം കഴിക്കേണ്ട പ്രായമൊക്കെ ആയിട്ടുള്ളൂ. പിന്നെ ഫാമിലി ആയിട്ട് ഒതുങ്ങി പോവാണ് സാധാരണ ചെയ്യാറ്. അതെ, പക്ഷെ ഞാൻ നേരെ തിരിച്ചായിരുന്നു. പുള്ളി അതിനോട് താല്പര്യവും ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ നിന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, കുട്ടിയുണ്ടെന്നോ? ഓക്കെ. മുംതാസ് ചെയ്യുമ്പോഴും ഉണ്ട്? പിന്നെ ഫീൽഡിൽ വരുമ്പോഴേ കുട്ടിയുണ്ട്. ഓക്കെ, ആദ്യമായിട്ട് ചെയ്യുമ്പോഴേ ഉണ്ട്. കൊച്ചുണ്ട്. അതെ, അതിക്ക് മുന്നൊന്നും നമ്മുടെ വീട്ടിൽ നിന്നൊന്നും അങ്ങനൊന്നും വിടത്തില്ല. വരന്ന് വെച്ചാൽ പുറത്ത് പോവുക, എറണാകുളത്ത് ഇല്ലെങ്കിൽ ഇങ്ങോട്ട് കറങ്ങുക, അല്ലെങ്കിൽ സിനിമ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊന്നും സിനിമ ഷൂട്ടിംഗ് ഒന്നുമില്ല, കണ്ടിട്ട് പോലുമില്ല. ഞാൻ ആദ്യമായിട്ട് കണ്ടിരിക്കുന്നത് ഉണ്ണിമേരീനെയാണ് കണ്ടിരിക്കുന്നത്. പഠിക്കാൻ പോയി വരുന്ന സമയത്ത് ഞങ്ങളുടെ അവിടെ കുറച്ച് സ്ഥലമൊക്കെ പുള്ളിക്കാരി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വരുന്ന വഴിക്ക് കണ്ടത്. അല്ലാതെ സിനിമയായിട്ടൊന്നും നമ്മുടെ നാട്ടിലൊന്നും ആർക്കും ഒരു അറിവുമില്ല അതിനെക്കുറിച്ച്. ഓക്കെ. ഇപ്പോഴാണല്ലോ, ഇപ്പൊ വരാപ്പോഴേക്കും എവിടെ നോക്കിയാലും സിനിമ ഷൂട്ടിംഗ് എല്ലാവർക്കും അറിയാം. സിനിമ എന്താണ്, സീരിയൽ എന്താണ്. എറണാകുളത്ത് അതെ. അല്ല, അതുപോലെ തന്നെ വരാപ്പോഴേക്കും ഒത്തിരി പേര് ഷൂട്ട് ചെയ്യുന്നുണ്ട്. കടമക്കുടി അറിയാലോ, അവിടെയൊക്കെ ഒത്തിരി വർക്കുകൾ നടക്കുന്നുണ്ട്. ഓക്കെ. ചേച്ചി ആ സമയത്ത് സിനിമ ഒരു സ്ക്രിപ്റ്റ് വരുമ്പോ എന്ത് നോക്കിയിട്ടായിരുന്നു അത് സെലക്ട് ചെയ്തോണ്ടിരുന്നത്? ഞാൻ ക്യാരക്ടർ നോക്കിയിട്ട് മാത്രം. ഓക്കെ, സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് വായിക്കാൻ? ഇല്ല 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 ഇല്ല, ഒരിക്കലും ഇല്ല. നമ്മളോട് ഇപ്പോഴും എനിക്ക് സ്ക്രിപ്റ്റ് മൊത്തം കേൾക്കണമെന്നില്ല. എനിക്ക് ആ ക്യാരക്ടർ എന്താണ്, ആ ക്യാരക്ടറിന്റെ സ്വഭാവം എന്താണ്, അത് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. സ്ക്രിപ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് എനിക്ക് കേട്ടാൽ മതി. ഓക്കെ. ആ ചേച്ചി ചെയ്ത ക്യാരക്ടറിൽ ആ സമയത്തൊക്കെ കുറച്ചുകൂടെ ഒരു ഗ്ലാമറസ് ആയി പോയി എന്ന് തോന്നിയിട്ടുണ്ട്? ഒരിക്കലും ഞാനൊരു ഗ്ലാമറസ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടില്ലല്ലോ. നാടൻ വേഷം ഒരിക്കലും ഗ്ലാമറസ് അല്ല. മുണ്ടും ബ്ലൗസ് നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കാണാമല്ലോ. നമ്മുടെ അമ്മമാരോ നമ്മുടെ ബന്ധുക്കളോ അല്ലെങ്കിലൊക്കെ പണ്ടൊക്കെ എല്ലാവരും അമ്മൂമ്മമാരൊക്കെ മുണ്ടും ബ്ലൗസ് അല്ലേ, അവരൊരു തോർത്ത് പോലും മേത്തിടും. അത് ഗ്ലാമറാണോ? നമുക്ക് പറയാൻ പറ്റും ഗ്ലാമറാണെന്ന്? ഒരിക്കലും ഗ്ലാമറല്ല. അത് നാടൻ വേഷമാണ്. നാടൻ വേഷം ചെയ്യാത്ത നായികമാർ ഷീല ജയഭാരതി തുടങ്ങി പണ്ട് എന്നും അങ്ങനത്തെ വേഷങ്ങളല്ലേ. അന്ന് വലിയ ഹൈ ക്യാരക്ടേഴ്സൊക്കെ ജയഭാരതിയാണ് പിന്നെയും അല്ലേ ചേച്ചിയാണ് ചെയ്യുന്നത്. അല്ലാതൊന്നും എല്ലാവർക്കും നാടൻ വേഷം. നാടൻ വേഷം എപ്പോഴും പറഞ്ഞാൽ മുണ്ടും ബ്ലൗസ് എല്ലാവർക്കും ഭംഗിയുള്ള വേഷമാണ്. അതെല്ലാവർക്കും പറ്റുമോ കൊടുക്കാനായിട്ട്? ചേച്ചിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അതിട്ട്? പിന്നെ തീർച്ചയായിട്ടും. എനിക്കങ്ങനെ വേഷം ഇന്നൊരു ക്യാരക്ടർ മാത്രം അറിഞ്ഞാൽ മതി. ഞാനതിൻ്റെ ഗ്ലാമറായിട്ടുള്ള ക്യാരക്ടർ ഒരിക്കലും അങ്ങനെ വെറുതെ പോലും പറയാൻ പാടില്ല, തെറ്റാ ആ വാക്ക് യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരിക്കലും അല്ല. ഗ്ലാമർ എന്ന് പറഞ്ഞത് വ്യത്യാസം. നമ്മൾ ഗ്ലാമർ പടങ്ങൾ ഇതൊക്കെ ചെയ്യുന്നൊക്കെ രണ്ടും ഒരുപാട് അന്തരമുണ്ട്. അത് പക്ക നാടൻ വേഷം. നമ്മൾ ഇപ്പം നൈറ്റി ഒന്നും അല്ലല്ലോ. ഇപ്പോഴൊക്കെ എല്ലാവരും നൈറ്റി സാരിയൊക്കെ കൊടുക്കുന്നു. പണ്ടെന്ന് വെച്ചാൽ മുണ്ടും ബ്ലൗസുമാണ്. അതൊരു തോർത്തിട്ട ഭംഗിയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് നമ്മളെ പോലെ തന്നെയാണ് എല്ലാവരും ഉടുക്കുന്നതും ഇടുന്നതല്ല. തമിഴ് പടം ചെയ്തിട്ടുണ്ട്. തമിഴ് പടത്തിൽ ഹൊറർ ചിത്രം ചെയ്തിട്ടുണ്ട്. മെയിൻ ക്യാരക്ടർ ഞാനായിരുന്നു. ജെ വില്യംസ് ആയിരുന്നു അന്ന് ക്യാമറയൊക്കെ ചെയ്തത്. പക്ഷെ അതെനിക്ക് ഒരു 15 ദിവസം വർക്ക് കഴിഞ്ഞപ്പോൾ അത് എനിക്കൊരു ആക്സിഡൻ്റ് ആയി. അതിനകത്ത് കുറച്ച് ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തലയും കുത്തി താഴെ വീണു, കാലക്കൊടിഞ്ഞു, അങ്ങനെയായിരുന്നു. അപ്പോൾ അതിനകത്ത് ഫുള്ള് ഗ്ലാമർ വേഷമല്ല, പക്ഷെ ഗ്ലാമർ ഡ്രസ്സാണ്. രണ്ടും രണ്ടാണ്. ഗ്ലാമർ വേഷം എന്ന് പറയുമ്പോൾ അതിന് അർത്ഥവ്യത്യാസമുണ്ട്. അത് ആക്ച്വലി ഗ്ലാമർ വേഷം ഡ്രസ്സ് വേഷം ഞങ്ങൾ നല്ല മെഡിക്കൽ സ്റ്റുഡൻ്റ് ആണ്. ഒരിക്കലും ഗ്ലാമറസ് ആയിട്ടുള്ള ക്യാരക്ടർ അല്ല. പക്ഷെ നമ്മൾ ഇടുന്ന ഡ്രസ്സ് മിഡി ഇതുപോലെ സ്ലീവ്ലെസ് ഇതൊക്കെ ഉള്ളതൊക്കെ ഇടുന്നത്. അപ്പോൾ ഒരിക്കലും ഗ്ലാമറസ് ആയിട്ടുള്ള വേഷമല്ല, നമ്മുടെ ഡ്രസ്സ് മാത്രമാണത്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു കേട്ടതിൽ. നമ്മൾ ചെയ്യുന്ന ക്യാരക്ടറും ഇതും രണ്ടും അന്തരമാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ മിഡി ഇടുന്നുണ്ട്, ഷോർട്ടാണ് ഇടുന്നത്, ഫ്രോക്ക് ഇടുന്നുണ്ട്. പക്ഷെ എനിക്ക് ഒരിക്കലും വൃത്തികേടല്ല. വൃത്തികേടാണെങ്കിൽ ഭംഗിയുണ്ട്. നമ്മൾ ഭംഗിയുണ്ടെങ്കിലല്ലേ ഡയറക്ടറോ ക്യാമറമാൻ അതെന്താണ് ഇട്ടേക്കണം, അത് മാറ്റി വേറെ ഇടാനല്ലേ പറയും. അപ്പം നമുക്കത് ഭംഗിയായതുകൊണ്ട് മാത്രമാണ് ഇടിയിക്കുന്നത്.
അല്ലെങ്കിൽ ചെയ്യാമല്ലോ. അത് ഫുൾ അങ്ങനത്തെ ഡ്രസ്സ് തന്നെയാണ് അത് അതിനകത്ത്. ഇപ്പൊ നമ്മൾ ഈ ഡ്രസ്സ് ഇടുന്നതിനനുസരിച്ച് നമ്മളെ ആളുകൾ ജഡ്ജ് ചെയ്യുമല്ലോ. ഇപ്പൊ ചേച്ചിക്ക് ആ ഒരു സംഭവം കേൾക്കേണ്ടി വന്നത് പോലും ആ ഒരു ഉടുപ്പ് ഇട്ടത് കൊണ്ടാ. ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട് അത് ചേച്ചി ഒരാൾ പറഞ്ഞതുകൊണ്ട് നമ്മൾ അങ്ങനെ ആവത്തില്ലല്ലോ. ഒരാളല്ലേ പറയുന്നേ, ഇത്രയും ജനങ്ങളുണ്ട്. അത് ബിന്ദുവിന് എപ്പോഴും പറയുന്ന നാടൻ വേഷം ഭംഗിയാണെന്നേ പറഞ്ഞിട്ടുള്ളൂ. അതേസമയം ഞാനൊരു പടത്തിൽ എനിക്ക് ഇതുപോലെ ഒരു ക്യാരക്ടർ മുണ്ടും ബ്ലൗസും തന്നിട്ട് ഇത് സിനിമാക്കാരുടെ ഒരു കോൺസെപ്റ്റ് അങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു ക്യാരക്ടർ നാടൻ വേഷം അല്ലെങ്കിൽ ഒരു വീട്ടിലെ ഒരു വേലക്കാരിയോ അല്ലെങ്കിൽ അടുത്ത വീട്ടിലെ ആളോ അല്ലെങ്കിൽ നാടൻ ഒരു നൈറ്റിയോ ഒരു സാരിയോ തരാതെ ഈ മുണ്ടും ബ്ലൗസ് ഇടുന്നതാണ് സാധാരണ എല്ലാവരും കൊടുക്കുന്നത്. അപ്പം അമ്പിളിച്ചേട്ടൻ പറഞ്ഞു, എന്തിനാണ് ഈ മുണ്ടും ബ്ലൗസും കൊടുത്തിരിക്കുന്നത്? അമ്പിളിച്ചേട്ടനായിട്ട് കോമ്പിനേഷൻ എനിക്ക് അവർക്കൊരു സാരി കൊടുത്തുകൂടി എന്ന് വെച്ചു. ഇപ്പം എവിടെയാണ് മുണ്ടും ബ്ലൗസൊക്കെ ഉള്ളത്? നിങ്ങൾ നാട്ടിൻ പുറത്തൊക്കെ ഒന്ന് പോയി നോക്കി, എല്ലാവരും നൈറ്റിയും സാരിയാണ് ഉപയോഗിക്കുന്നത്. എന്തിനാണ് പിന്നെ സിനിമയിൽ മാത്രം ഇങ്ങനെ ഉപയോഗിക്കണത് എന്ന് പച്ചയ്ക്ക് അമ്പിളിച്ചേട്ടൻ ചോദിച്ചു. ഡയറക്ടർ അപ്പം തന്നെ പറഞ്ഞു, പോയിട്ട് സാരി കൊടുക്കാൻ പറഞ്ഞു. സാരി കൊടുത്തിട്ട് അഭിനയിച്ചു. അത്ര അതിനകത്ത് കാര്യമുള്ളൂ. അത് സിനിമയിൽ അത് കൊടുത്താലേ നാടൻ ക്യാരക്ടർ ആവുള്ളൂ എന്നാണ് വിശ്വാസം. ഒരു സമയം വരെ ഇപ്പൊ അങ്ങനെ ഒന്നുമില്ല. ഇപ്പൊ എനിക്കറിയില്ല, എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ വേഷങ്ങളൊന്നും ഇപ്പൊ നമ്മൾ അധികം കാണാറില്ല. അപ്പൊ അങ്ങനത്തെ ഒരു പടങ്ങളൊന്നും ഇപ്പൊ ഇല്ലല്ലോ. നാട്ടിനും പുറത്തും കുറെ കഥാപാത്രങ്ങളുള്ള ഒരു സിനിമയൊന്നും ഇപ്പൊ ഇല്ലല്ലോ. അതുകൊണ്ടായിരിക്കും. ചേച്ചിക്ക് ഏതെങ്കിലും സിനിമ ചെയ്ത റിഗ്രറ്റ് തോന്നിയിട്ടുണ്ടോ? പക്ഷെ ഞാൻ അത് ചെയ്യണ്ടായിരുന്നു, അങ്ങനെ എന്തെങ്കിലും ഒരു തോട്ട് വന്നിട്ടുണ്ടോ? ഒരു പടത്തില് ഒരു ശലഭം എന്ന് പറഞ്ഞൊരു പടമുണ്ട്. അതിനകത്ത് നല്ല ക്യാരക്ടറായിരുന്നു, കണ്ടിന്യൂസ് ആയിട്ട് ഉള്ളൊരു ക്യാരക്ടറായിരുന്നു. ഞാൻ, രമ്യ നമ്പീശൻ, മാള രവീന്ദ്രൻ, നമ്മുടെ KPS ലളിത ചേച്ചി, കോഴിക്കോട് ഒത്തിരി ആർട്ടിസ്റ്റൊക്കെ ഉണ്ട്. അപ്പം അതിനകത്ത് ആ വേഷം ചെയ്യുന്ന സമയത്ത് തന്നെ കുളിക്കുന്നൊരു സീനുണ്ട് അതിനകത്ത്. അപ്പം എനിക്ക് തോന്നി ആ കുളിക്കുന്ന സീനിൽ അതൊരു ബോറായിട്ടല്ല അവർ ആ ഇത് കുളിക്കുന്ന കാണിക്കും. ഞാനത് കല്യാണം കഴിക്കാത്തൊരു സ്ത്രീ ആയിട്ടാണ് അതിനകത്ത്. പ്രായം കഴിഞ്ഞിട്ടും കല്യാണം കഴിച്ചുള്ള പാവപ്പെട്ട ഒരു ഇത്. അവനത് രമ്യ നമ്പീശൻ അങ്ങനെ എന്തോ ഒരു എന്താണ് ഒരു പെൺകുട്ടി ആവാനായിട്ട് സാധിക്കാത്ത, അതായത് ഒരു സാധാരണ പെൺകുട്ടിയുടെ വളർച്ച അങ്ങനെയൊന്നും ഇല്ലാത്തൊരു രീതിയിലുള്ളൊരു ക്യാരക്ടർ. അപ്പം ഞാൻ കുളിക്കുന്നത് ഒളിഞ്ഞു നിന്ന് ഈ കുട്ടി കാണുന്നതാണ് രമ്യ നമ്പീശൻ്റെ ക്യാരക്ടർ. അപ്പം അത് കാണുമ്പോൾ ആ ഒരു വ്യൂവിലാണ് ആ ക്യാരക്ടർ കാണുന്നത്. പക്ഷേ ആ കുളിക്കണമെന്ന് ഒരു ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. ഞാനത് ചിന്തിച്ചില്ല, പറഞ്ഞപ്പോൾ അങ്ങോട്ട് ചെയ്തു. ഞാൻ ആകെ ഒരു കുളിച്ചും ചെയ്തേക്കണം അതാണ്. പക്ഷെ അത് കുറേ ഇതിനകത്തൊക്കെ യൂട്യൂബിലും അവർ ഇതിനൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ബോറായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷെ പിന്നീട് തോന്നി, അതൊന്നും പറ്റത്തില്ലായിരുന്നെന്ന് പറയാമായിരുന്നു. ചിലപ്പോൾ ഞാനത് നിർബന്ധിച്ചെങ്കിൽ ചിലപ്പോൾ അത് വേണ്ടാന്ന് വെച്ചേനെ എന്ന് എനിക്ക് തോന്നിയായിരുന്നു. അതൊന്നും ഓർക്കാതെ അങ്ങോട്ട് കുളിച്ചു. ഞാൻ പ്രത്യേകിച്ച് ഒന്നും ആലോചിച്ചില്ല. അത് ഇതുവരെ ആരും ഒരു മോശമായിട്ടോ ഇല്ലെങ്കിൽ കളിയാക്കി അങ്ങനെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല, ഇന്നുവരെ ഉണ്ടായിട്ടില്ല. അതിങ്ങനെ കുറേ ഇതിനകത്തൊക്കെ ഇങ്ങനെ കിടക്കുന്നു, അത്രേ ഉള്ളൂ. അതാണ് എനിക്ക് അങ്ങനെ തോന്നിയത്. വേണ്ടായിരുന്നു അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിക്കായിരുന്നു എന്നൊക്കെ തോന്നിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ചേച്ചി സ്ക്രിപ്റ്റ് കിട്ടുമ്പോഴത്തേക്ക് അതിനകത്ത് എന്താ ഡിമാൻഡ് ചെയ്യുന്നത് അതുപോലെ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് ആണല്ലേ? അങ്ങനെ ചിലതൊക്കെ തിരുത്തും. അങ്ങനെ ഫുൾ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. അതിനകത്ത് എന്തെങ്കിലുമൊക്കെ തിരുത്താറുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ആർട്ടിസ്റ്റ് തമ്മിൽ, ഞാൻ കൂടുതൽ സീനിയർ ആർട്ടിസ്റ്റിൻ്റെ കൂടെയാണല്ലോ വർക്ക് ചെയ്തേക്കുന്നത്. ഒത്തിരി സീനിയർ ആർട്ടിസ്റ്റിൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്തത്. അതിനൊരു ഭാഗ്യം നമുക്ക് കിട്ടിയതാണ്. അപ്പോൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് എന്തെങ്കിലുമൊക്കെ തിരുത്തൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരുത്താറുണ്ട്. സാർ ഇത് ഇങ്ങനെ പറഞ്ഞുവിടുന്നൊക്കെ ചോദിക്കാറുണ്ട്. അല്ലാതൊന്നും അങ്ങനെയായിട്ടൊന്നും ഒരുപാട് ബോറായിട്ടുള്ള സ്ക്രിപ്റ്റുള്ള പടങ്ങളൊന്നും അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ. ചേച്ചി ഇപ്പൊ ഇത്രയും സിനിമകൾ ചെയ്തു, അതിന് ചേച്ചിക്ക് ആഗ്രഹിച്ച ഒരു വേഷം അല്ലെങ്കിൽ കുറച്ചുകൂടി നല്ല ക്യാരക്ടേഴ്സ് ഒക്കെ എനിക്ക് കിട്ടായിരുന്നു എന്നൊരു തോട്ട് വന്നിട്ടുണ്ടോ? അതൊക്കെ ഇപ്പോഴും ഉണ്ട്. അത് എനിക്കെന്നല്ല, എല്ലാ ആർട്ടിസ്റ്റുകൾക്കും നമ്മൾക്ക് എത്ര ചെയ്താലും നമുക്ക് മതി വരത്തില്ല. മാത്രമല്ല എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്, നല്ല നല്ല ഒരുപാട് ക്യാരക്ടർ ചെയ്യണമെന്നൊക്കെ വലിയ ആഗ്രഹമുണ്ട്. എനിക്ക് കുറച്ച് വില്ലത്തി ടൈപ്പ് ക്യാരക്ടറൊക്കെയാണ് ഇഷ്ടം. അത് കുറച്ചും കൂടി ചെയ്തിട്ടൊക്കെ ഉണ്ട്, ചെയ്തിട്ടുണ്ട്. പക്ഷെ അങ്ങനത്തെ വില്ലത്തിയല്ല, പക്ക വില്ലത്തിയോട്ടുണ്ടാവുമല്ലോ ചില തമിഴ് പടത്തിലൊക്കെ നമ്മൾ കാണില്ലേ, പക്ക വില്ലത്തിയായിട്ട് ഇടിത്തിട്ട് ഇടിക്കുക വെട്ടുക എന്നൊക്കെ പറഞ്ഞ സാധനമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു ഇതാണ്. നമ്മളൊരു ചുമ്മാ ഒരു അമ്മവേഷം ചെയ്തിട്ട് മിണ്ടാതെ ഡയലോഗ് അടിച്ചിട്ട് ഇങ്ങനെ പാവമായിട്ട് നിൽക്കണമെന്ന് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. എനിക്ക് താല്പര്യമില്ല എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിന് കൂടുതൽ ഇഷ്ടം കുറച്ച് ജീവിതത്തിൽ വില്ലത്തി ആവാൻ പറ്റില്ലല്ലോ, അങ്ങനെയെങ്കിലും വില്ലത്തി ആവണമല്ലോ. ശരിക്കും പറഞ്ഞാൽ ചേച്ചിക്ക് നല്ലൊരു സ്റ്റാർട്ടിങ് കിട്ടി. തീർച്ചയായിട്ടും നല്ല ആർട്ടിസ്റ്റിന്റെ കൂടെയാണ് എനിക്ക് അഭിനയിക്കാൻ സാധിച്ചത്. അത് ഇന്നും അവരുടെ അടുത്ത് ആ ഒരു ചെല്ലുമ്പോഴേക്കും ആ ബിന്ദു എന്നുള്ള ഒരു ഇത് ഇപ്പോഴും കിട്ടുന്നുണ്ട്. ഇപ്പൊ ജനു അങ്കിളുടെ അടുത്ത് ഞാൻ വല്ലപ്പോഴൊക്കെ വിളിക്കുകയും കാണാനൊക്കെ പോകുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അത് നമ്മളോട് വലിയൊരു, ഞാൻ തന്നെ അന്തം വിട്ടു, ജനു അങ്കിൾ ഇങ്ങനെയൊക്കെ
ആളൊന്നും ഓർത്ത് വെക്കുന്നുണ്ടല്ലോ. പുള്ളിക്ക് അന്നൊക്കെ നമ്മുടെ കൂടെ എത്രയോ പടങ്ങൾ ചെയ്തേക്കണം. ആ ഒരു നമ്മളോടും കൂടി തിരിച്ച് ബഹുമാനം തരുന്ന കൂട്ടത്തിലുള്ളതാണ്. Okay. ചേച്ചിക്ക് നല്ലൊരു സ്റ്റാർട്ടിംഗ് ആണ് കിട്ടിയത്. സിനിമ ബാക്ക്ഗ്രൗണ്ടുകൾ ഒന്നുമില്ല, ഒന്നുമില്ല. പക്ഷെ സിനിമ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഒക്കെ ഒന്ന് എസ്റ്റാബ്ലിഷ്ഡ് ആവായിരുന്നു എന്നൊരു തോന്നലുണ്ട്. നമുക്കൊക്കെ ഒരു തലയിലെഴുത്തുണ്ടാവുന്നേ. അതിൽ ആ തലയിലെഴുത്ത് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന കൂട്ടത്തില്ല. നമുക്കില്ലാത്ത ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ ഉണ്ടാവുക? നമ്മുടെ നമ്മൾ ഇത്രയും അന്ന് വരാപ്പുഴ എന്ന് പറയുമ്പോൾ ഒരു ഉൾനാടൻ ഗ്രാമമായിരുന്നു. ഇന്നത്തെ പോലെയല്ല. ഞാൻ ജനിച്ചു വളർന്ന ആ ഒരു സമയത്തൊക്കെ ജങ്കാറാണ്. എനിക്ക് വർക്കിനൊക്കെ വരാൻ പോലും ചുറ്റിക്കറങ്ങി വരണം ഒരു സമയം കഴിഞ്ഞാൽ. അന്ന് പാലായിട്ടില്ല, ജങ്കാറാണ്. അപ്പം അത് എന്തോ 6:30 സ്റ്റാർട്ട് ആവുള്ളൂ. ഇപ്പോൾ അതിക്ക് മുന്നേ നമ്മൾ 6 മണിക്ക് എറണാകുളം എത്തണമെന്നുണ്ടെങ്കിൽ ഇടയാറ് വഴി ചുറ്റിക്കറങ്ങി പോകുന്ന കൂട്ടത്തിലായിരുന്നു. അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ സിനിമയോടൊക്കെ നമ്മൾ ഇങ്ങനെ അതിയായ ആഗ്രഹങ്ങൾ ഒന്നുമില്ലാത്തതാണ്. പിന്നെ അന്നത്തെ കാലത്ത് എനിക്ക് എങ്ങനെ പാരമ്പര്യം ഉണ്ടാവാനാണ്. പിന്നെ എൻ്റെ അച്ഛനൊക്കെ എന്തോ നാടകമൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നേക്കാം. അങ്ങനെയൊക്കെയുള്ള ഒരു ഞാൻ നാടകമൊന്നും ചെയ്തിട്ടില്ല, എൻ്റെ അച്ഛൻ ചെയ്തിട്ടുണ്ട്. അപ്പം അഭിനയത്തോട് നമ്മൾ ഈ അഭിനയം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ അവിടെ പോയി പഠിച്ചു ഇവിടെ പോയി പഠിച്ചു എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള അഭിനയം ഒന്നും കൂടി അത് പുരോഗമനം വരുത്താൻ മാത്രമേ പറ്റൂ. തീർച്ചയായിട്ടും. അല്ലാതെ അഭിനയം എന്ന് പറഞ്ഞാൽ ജന്മന കിട്ടുന്ന ഒരു കഴിവാണ് അഭിനയം. ജനിക്കുമ്പോൾ തന്നെ ഒരു കഴിവ് നമ്മുടെ ഉള്ളിനുള്ളിലുണ്ടാവും. പാട്ട് പാടുന്നവർ പഠിക്കുന്നത് അറിവില്ലാത്ത ഇത് പോയൻസാണ് പഠിക്കുന്നത്. ആ ഒരു മൂളാനുള്ള കഴിവ് ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. കൊച്ചു കുട്ടികൾ ചെറുതിലെ മൂളെന്ന് കേട്ടിട്ടില്ലേ? അത് കഴിവുണ്ടെങ്കിൽ മാത്രമേ അത് മൂളാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആ മൂള് പാട്ട് രൂപത്തിൽ വരില്ലല്ലോ, വേറെ എന്തെങ്കിലും രാഗമായി പോവില്ലേ. അപ്പം അഭിനയിക്കാനുള്ള കഴിവ് ജന്മനാ കിട്ടിയിരിക്കുന്നതാണ്. അച്ഛൻ്റെ ഒരു പാരമ്പര്യം അങ്ങനെ ആയിരിക്കും. അച്ഛൻ്റെയൊക്കെ നാടകമൊക്കെ എഴുതിയിരിക്കുന്ന ബുക്കൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അച്ഛന് പണ്ടത്തെ പെട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനകത്തൊക്കെ അത് സൂക്ഷിച്ച് ഒരുപാട് വർഷം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഓണം കളിക്കുക, കൈകുട്ടിക്കളി, അങ്ങനെയുള്ള ഇതിനോട് ഭയങ്കര താല്പര്യമുള്ള കൂട്ടത്തിലായിരുന്നു അച്ഛനും എൻ്റെ അച്ഛനൊക്കെ. ഈ സിനിമ എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് ചേച്ചി അന്ന് സിനിമയെ കുറിച്ച് ഒരു അറിവും ഇല്ലാതെയാണ് അവിടെ ചെന്നെത്തുന്നത്. സിനിമ ഒട്ടും സേഫ് അല്ല എന്നുള്ള ഒരു സംഭവം, അല്ലെങ്കിൽ അവിടുത്തെ ആളുകൾ എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുക, അങ്ങനത്തെ ഒരു ടെൻഷൻ. സിനിമ മാത്രമല്ലല്ലോ സേഫ്. നമുക്ക് എവിടെയാണ് സേഫ് ഉള്ളത്? ഇന്നൊരു ചെറിയൊരു കടയിൽ ജോലിക്ക് പോണ കുട്ടികൾക്ക് സേഫ് ആണോ? ഒരിക്കലുമില്ല. സേഫ് നമ്മൾ സ്വയം ഉണ്ടാക്കുന്നതാണ്. നമ്മൾ നോക്കാൻ പഠിക്കണം. ചേച്ചിക്ക് അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു? എനിക്ക് അങ്ങനെ പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ ഞാൻ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തും ഇന്നും പോവാറില്ല അന്നും പോവാറില്ല. എൻ്റെ കൂടെ എപ്പോഴും ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. ഫാമിലി കുറേ വർഷങ്ങൾ ഫാമിലിയിൽ നിന്ന് ആൾക്കാരായിരുന്നു. പിന്നെ എൻ്റെ അസിസ്റ്റന്റ് ഉണ്ടായിരുന്നു, ഡ്രൈവറും ഉണ്ടായിരുന്നു. ഇവരൊക്കെ ആയിട്ട് നമ്മൾ ഗ്രൂപ്പായിട്ടാണ് പോണത്. വർക്ക് കഴിഞ്ഞാൽ ഏത് രാത്രി ആണെങ്കിലും ഞാൻ എൻ്റെ വണ്ടിയെ തന്നെങ്കിലും തിരിച്ചു പോരുകയും ചെയ്യും. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അഭിനയിക്കാം, അല്ലെങ്കിൽ തിരിച്ചു വരാം. ഞാനൊരു പടത്തിൽ എൻ്റെ പറഞ്ഞ ക്യാരക്ടർ അല്ലാന്ന് തോന്നിയിട്ട് ഞാൻ അവിടെ നിന്ന് തിരിച്ചു പോന്നിട്ടുള്ളത്. അവിടെ ചെന്ന് കുറച്ച് അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് ഞാനന്ന് ഒരു അത്യാവശ്യം നല്ല ക്യാരക്ടർ ചെയ്യുന്ന കൂട്ടത്തിലാണ്. ഇവർ വീട്ടിലൊക്കെ വന്ന നമ്മുടെ നാട്ടിൽ തന്നെ ഒരു ഡയറക്ടറൊക്കെ ആയിരുന്നു. വീട്ടിൽ വന്ന് വിളിച്ചു പറഞ്ഞ് ചെന്നതാണ്. ആ ക്യാരക്ടർ ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്ക് പറഞ്ഞ പോലെ ഒന്നുമില്ല ഡയലോഗ് ഒന്നുമില്ല. ചുമ്മാ അതിനകത്ത് കുറേ ആർട്ടിസ്റ്റൊക്കെ ഉണ്ട് ഓഡീഷൻ. അതും പിന്നെ തമിഴൊരു ആർട്ടിസ്റ്റ് ഉണ്ട്, സുരേഷ് കൃഷ്ണ, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ട്. ഇവരൊക്കെ ആയിട്ട് കൂട്ടം കൂടി ഗ്രാമമാണ്. അപ്പം എല്ലാവരും അതിനകത്ത് ഈ മുണ്ടൻ ബ്ലൗസൊക്കെയാണ് വേഷം. അതൊക്കെ യൂട്യൂബിൽ കിടപ്പുണ്ട്. അതിനകത്ത് നല്ലൊരു സാധനം, നല്ല റിയാക്ഷൻസ് ഒക്കെ കിട്ടുന്നുണ്ട് അവരതിനകത്ത്. അപ്പോൾ ഇവരെല്ലാവരും കൂടി നിന്ന് എല്ലാം മൂളി കേൾക്കുക എന്നല്ലാണ്ട് പ്രത്യേകിച്ച് ഒന്നും നമുക്ക് പെർഫോം ചെയ്യാനോ ഒന്നുമില്ല. അപ്പോൾ പ്രൊഡ്യൂസറോട് ഞാൻ പറഞ്ഞു, നമ്മൾ ഉദ്ദേശിക്കുന്നൊന്നുമില്ല, എനിക്ക് വേറെ വർക്കൊക്കെ ഉള്ളൂ, ഞാനെന്തിനും ഇവിടെ കിടന്ന് ചുമ്മാ നടക്കണം ജൂനിയർ ആർട്ടിസ്റ്റിനോട്, ഞാനില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ട് പോകുന്നു. സ്റ്റാർട്ട് ചെയ്തതായിരുന്നു കുറച്ച് ദിവസം വർക്ക് ചെയ്തു, പിന്നെ ഞാൻ പോന്നു, നിന്നില്ല. പേയ്മെന്റ് ഒക്കെ കിട്ടിയോ? അതൊന്നും എനിക്ക് ഓർമ്മയില്ല. എന്നെ സംബന്ധിച്ചൊരു പാഷനായിരുന്നു ശരിക്കും, അഭിനയത്തോടുള്ള ആക്രാന്ന്. സിനിമയുടെ കഴിഞ്ഞ് പോരുമ്പോൾ എന്നോട് വീട്ടിൽ നിന്ന് ചേട്ടൻ, ഞാൻ പറയും മോനെ വർക്ക് പറയും, ഞാൻ മോനെ എന്നാണ് എപ്പോഴും വിളിക്കാറുള്ളത്. അപ്പം അറിയാതെ എങ്ങനെ ഇപ്പോൾ മോനെ വർക്ക് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ പൈസയൊക്കെ കിട്ടിയാ? എനിക്ക് കുറച്ച് കിട്ടി. എത്ര കിട്ടി? ഇത്ര. കുഴപ്പമില്ല, പോരെ. അപ്പം എനിക്കൊരു ധൈര്യമാണ്. കാരണം ഈ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ നീ എന്തിനാ നിനക്ക് കൊച്ചിനെ നോക്കി വീട്ടിലിരുന്ന് ഇവിടെ ചോദിക്കില്ലേ? വീട്ടിൽ സർവൻറ്റിനെയൊക്കെ ആക്കിയിട്ടാണ് നമ്മൾ വർക്കിനൊക്കെ പോരുന്നത്. അപ്പോൾ ഈ പരിവാരങ്ങളൊക്കെ ഇട്ട് പോയിട്ട് തിരിച്ചു ചെല്ലുന്നത് ഒരു പൈസയില്ല, നീ എന്ത് കാര്യത്തിന് പോയി എന്ന് ചോദിക്കുന്ന ഒരു ഹസ്ബൻഡ് ആയിരുന്നില്ല എൻ്റെ. അതെനിക്ക് നല്ല വേഷമാണ് അടി, അങ്ങനെയുണ്ട്, ഇഷ്ടമായി നിനക്ക്, എങ്ങനെയുണ്ട്, അതാണ്, അത് മതി, കുഴപ്പമില്ല എന്ന് പറയും. അങ്ങനെ പറയുന്നൊരു ഇതാണ്. പൈസക്കൊന്നും ആക്രാന്തൊന്നും ഉണ്ടായിട്ടില്ല. അന്ന് പൈസക്ക് ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് നമ്മൾ സേവ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ അത് പിന്നീട് അത് ഉപയോഗപ്പെടുത്തും എന്നുള്ള ചിന്ത ഒന്നുമില്ല. അടുത്ത വർക്കാണല്ലോ, അങ്ങോട്ട് പോകും.
ഇപ്പൊ ചേച്ചി പറഞ്ഞല്ലോ ഇപ്പൊ കുറേ ക്യാരക്ടേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. ചേച്ചിക്ക് കോമഡി ചെയ്ത് ഫലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ചേച്ചിക്ക് അത് കുറച്ചുകൂടെ ഈസി ആണോ? അത് നമ്മൾ കൂടെ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റിൻ്റെയും കൂടി ഒരു കഴിവാണ്. ഇപ്പം അമ്പിളിച്ചേട്ടന്, മാളച്ചേട്ടന്, ബോബി കൊട്ടാരക്കര അല്ലെങ്കിൽ ഇന്ദ്രൻസ്, അവരുടെയൊക്കെ കൂടുമ്പോൾ നമ്മൾ കോമഡിക്ക് വേണ്ടി പറയുന്നല്ല, സിറ്റുവേഷൻ കോമഡിയാണ് കൂടുതൽ സംഭവിച്ചു പോകുന്നതാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് അഭിനയിക്കും, അത്രേ ഉള്ളൂ. അത് പറയാൻ നിൽക്കും. അമ്പിളിച്ചേട്ടൻ്റെ കൂടെ ആദ്യമൊക്കെ നിൽക്കുമ്പോൾ ഒരു ഇതൊക്കെ അമ്പിളിച്ചേട്ടൻ ചുമ്മാ ഇതൊക്കെ പറഞ്ഞ് നമ്മളെ ചിരിപ്പിക്കുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ ഒരു ചമ്മൽ ഇതൊക്കെയാണ്. അവ എന്നോട് പറയുക അങ്ങോട്ട് ആടി അങ്ങോട്ട് ചെയ്യങ്ങട് എന്ന് പറയും. എന്നിട്ട് പറയും കഴിവണ്ട് എടുക്കൂല പെട്ടെന്നൊക്കെ പറയും നമ്മളോട്. അകത്തുണ്ട് പക്ഷെ എടുക്കൂല. എനിക്ക് ഞാൻ അമ്പിളിച്ചേട്ടൻ്റെ ഒരു പടത്തിലൊരു പാട്ട് സീനുണ്ട്, ദീപസ്തംഭം മഹാചര്യം. അതിനകത്ത് സീനും എപ്പോഴും കോമഡിയിൽ കിടക്കും. ഭാരതപ്പുഴയില് നീന്തി വരുമെന്നൊക്കെ ചോദിച്ചിട്ട് നിങ്ങള് ആ വീട്ടിലെ ജോലിക്കാരിയാണ് ജോലിക്ക് ചേട്ടൻ ഇങ്ങനെ ഞാൻ നടക്കുന്ന അതെ ആ സാധനം കുറെ സീനുണ്ട് എൻ്റെ പുറകെ നടക്കുന്നതും. സോങ്ങില് വേറെ ഒരു സോങ്ങിലും ഉണ്ട് അതൊക്കെ. അപ്പോൾ ഒരു സോങ്ങിൽ ഞാനാണ് സ്റ്റാർട്ടിങ്, ഞാൻ വന്നിട്ട് ഇങ്ങനെ വിളക്കൊക്കെ തുടക്കുന്നു ഇങ്ങനെയൊക്കെ. അപ്പോൾ സോങ്ങിൽ വരുമ്പോൾ ഒരു പ്രത്യേക ഒരു റിയാക്ഷൻസ് ആണല്ലോ. അപ്പോൾ എനിക്കതങ്ങോട്ട് പെട്ടെന്ന് ഒരു ചമ്മൽ, എല്ലാവരും നിന്നപ്പോൾ ചമ്മൽ ചെയ്യാനൊരു ചമ്മൽ മാറിക്കഴിഞ്ഞു. ഓക്കെ. അപ്പോൾ അമ്പിളിച്ചേട്ടൻ പറഞ്ഞു ഇങ്ങോട്ട് ചെയ്യങ്ങട്. എന്നിട്ട് മാസ്റ്ററോട് പറഞ്ഞു ചെയ്യൂല മാഡം, ഇത് ചുമ്മാ ഇങ്ങനെ നിൽക്കണ്, നമ്മളൊക്കെ ഒട്ടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കളിയാക്കുക. അപ്പോൾ പിന്നെ നമ്മൾ ആ ഒരു ഇത് മാറിക്കഴിയുമ്പോഴേക്കും എടുത്തിളകി ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് ചെയ്യാം. ട്രാക്കിലാവണം. സോങ് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകതയാണ്. എല്ലാവരും നമ്മളെ തന്നെ നോക്കി നിൽക്കുന്നതാണല്ലോ. ആ സീൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാറില്ല. അതങ്ങനെ പെട്ടെന്ന് ചെയ്തു പോകും. ചേച്ചി ചെയ്തതിൽ ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം? അങ്ങനെ ഒന്നും ഭയങ്കര ഇഷ്ടപ്പെട്ട ക്യാരക്ടറൊന്നും ഇതുവരെ ഇങ്ങോട്ട് സത്യത്തിൽ കിട്ടിയിട്ടില്ല. അന്നത്തെ കാലത്ത് ആ ഒരു പക്വതയിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിന് എനിക്ക് ഇപ്പോഴും ആലോചിച്ചിട്ട് കുറഞ്ഞ പ്രായം. അതെ, അത് പക്വതയായിട്ട് ചെയ്യുന്ന ഒരു മൂത്ത ചേച്ചിയുടെ ക്യാരക്ടറാണ്. അപ്പൊ അതിപ്പോൾ നമ്മൾ കാണുമ്പോഴൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഞാൻ ചെയ്തിടണമെന്ന് എനിക്ക് തന്നെ ഇതാണ്, അയ്യോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, ഇന്ന് എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഒരു തോന്നൽ വരാറുണ്ട്. പക്ഷേ നമ്മുടെ തോന്നലുകളാണെന്നുള്ള, ഞാനിപ്പോൾ ഈ അടുത്ത മധുരമീ പ്രണയം എന്ന് പറഞ്ഞൊരു പുതിയ പടം ചെയ്തു. അതിനകത്ത് നായകൻ്റെ അമ്മയാണ് ചെയ്തേക്കുന്നത്. അപ്പോഴും എൻ്റെ ഉള്ളിൽ ചെയ്യാൻ പറ്റുമോ, പക്വത കിട്ടുമോ? കാരണം നമ്മൾ ഇച്ചിരി കളിപ്പീരും ഇതൊക്കെ ആയിട്ട് ചിരിച്ചൊക്കെ ഇരിക്കുന്ന. അതെ, അപ്പോൾ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ. പക്ഷെ എനിക്കത് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റിയെന്നാണ് എൻ്റെ വിശ്വാസം. ആ സീൻസും കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ നമ്മുടെ സംശയങ്ങൾ മാത്രമാണത്. നമ്മൾ പണ്ട് ആ ഒരു പക്വതയിലുള്ള ക്യാരക്ടറൊന്നും അധികം ചെയ്യാത്തത് കൊണ്ട്. അതേപോലെ ഒരു ക്യാരക്ടറാണ് മാനത്തെ കൊട്ടാരം. അന്ന് വന്നപ്പോൾ അങ്ങോട്ട് ചെയ്തു, എല്ലാവരും കൂടെ ഉള്ളപ്പോൾ ചെയ്തു. ഈ ചോദ്യം ചോദിച്ചപ്പോൾ ചേച്ചി മുംതാസായിരിക്കും പറയാൻ പറ്റുന്നത്. ഞാനിങ്ങനെ മുംതാസ് എന്നൊക്കെ പറയുമ്പോൾ ഒരു പക്വതയിലുള്ള സാധനമൊന്നുമല്ല. ഞങ്ങൾ പഠിക്കുന്ന ഒരു പ്രായവും പ്രണയിക്കുന്ന ആ ഒരു 10ാം ക്ലാസ്സിൽ ട്യൂഷൻ അങ്ങനെയൊക്കെ എന്തോ പഠിപ്പിക്കുന്ന ഒരു ഇതൊക്കെയാണല്ലോ അത്. അതൊരു അവർ പറയുമ്പോൾ അങ്ങോട്ട് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അന്ന് അതിനെക്കുറിച്ചൊക്കെ അത്രേ അറിയത്തുള്ളൂ, ആലോചിക്കാറില്ല. പക്ഷെ എന്തോ അത് ഭംഗിയായിട്ട് വന്നു, അത് നമ്മുടെ ദൈവഭാഗ്യം. ചേച്ചി ഈ ഇടയ്ക്ക് ഇപ്പൊ ഒരു സിനിമ ചെയ്തു. അപ്പൊ കുറച്ച് ഗ്യാപ്പിന് ശേഷമാണ് സിനിമയിലേക്ക് വീണ്ടും ഇടക്ക് ചെയ്തു. വേറൊരു പടമൊക്കെ ചെയ്തിരുന്നു ഇടക്ക്. അതൊക്കെ ഒരു മീഡിയം ടൈപ്പ് പടമായിരുന്നു. അത് നായികയുടെ അമ്മയുടെ ഒരു ക്യാരക്ടറായിരുന്നു, അതും ഒന്നായിരുന്നു. ഇപ്പൊ ഈ പടം മധുരമീ പ്രണയം എന്ന് പറഞ്ഞ പടം വന്നിട്ടില്ല. അതെ. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു അഡ്വർടൈസ്മെന്റ് ചെയ്തു, ഓഷ്യൻ മാട്രിമോണി എന്ന് പറഞ്ഞൊരു മെയിൻ അമ്മ വേഷം തന്നെയാണ്. നായികയുടെ അമ്മയായിട്ടുള്ള നായകൻ്റെ അമ്മ ക്യാരക്ടറാണ് ചെയ്തത്. അപ്പൊ ഇപ്പൊ അങ്ങനെ ഒരു പക്വതയുള്ള ക്യാരക്ടറാണ് വരുന്നത്. അപ്പൊ നമ്മൾ കുറച്ചും കൂടി പക്വത ആയിരിക്കണം എന്നാണ് എൻ്റെ അർത്ഥം. ചേച്ചി പക്ഷെ ലൈഫിൽ കുറച്ചുകൂടെ ജോളിയാണ്. അതെ അതെ അതെ. ഇപ്പൊ ഈ സിനിമയിലേക്ക് വരുന്ന സമയത്ത് ഇപ്പൊ കുറെ കാര്യങ്ങൾ കൂടെ ശ്രദ്ധിച്ചിട്ടാ ചെയ്യുന്നത്. അപ്പൊ ഈ പുതിയ സെറ്റ് ഓഫ് അല്ലെങ്കിൽ പുതിയ ആളുകളുടെ കൂടെ അഭിനയിക്കുമ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേകത? ഞാൻ പുതിയ ആൾക്കാരുടെ കൂടെ അധികം അഭിനയിച്ചിട്ടില്ല. അതിനകത്ത് പടത്തിലൊക്കെ പുതിയ ആ പയ്യന്മാരൊക്കെ നല്ല കഴിവുള്ള പിള്ളേരാണ് കേട്ടോ അതൊക്കെ. അപ്പൊ നമ്മള് ഇങ്ങനെ മോനെ ഇങ്ങനെ ഇങ്ങനെ വരുമ്പോ ഇങ്ങനെയാണ് കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ അത് ശരി ചേച്ചി എന്ന് പറഞ്ഞിട്ട് ചെയ്യും. അവർക്ക് സീനിയർ ആർട്ടിസ്റ്റിന്റെ കൂടെ വർക്ക് ചെയ്യുന്നത് ഭയങ്കര ഒരു ഇഷ്ടമാണ്. അപ്പൊ നമ്മൾ പറയുന്നവർ കേൾക്കും. അപ്പം നമ്മൾ പറയുന്ന കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമുള്ളൂ. നമ്മുടെ കൂടെ അഭിനയിക്കാൻ സുഖമാണ് അങ്ങനെ വരുമ്പോൾ. നിങ്ങൾ കുറച്ചുകൂടെ ക്യാമറയിൽ എവിടെ നോക്കി എങ്ങനെ നിൽക്കണം, അതെങ്ങനെ നിൽക്കണം, അവര് ചെയ്യുമ്പോൾ ചെറിയൊരു സ്പെഷലൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കും, ടിപ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കും. എൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ എപ്പോഴും ഞാൻ എനിക്ക് അറിയാവുന്നതും അവർക്ക് അറിവില്ലാത്തതും പറഞ്ഞു കൊടുക്കാറുണ്ട്.
ഓക്കെ, ഇപ്പൊ സിനിമ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബിസിനസ്, ഇപ്പൊ ചേച്ചിയുടെ ഒരു പുതിയ ബിസിനസ് തീർച്ചയായിട്ടും. ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോവാ, അതെ, അതിന്റെ ഒരു ചെറിയ വിശേഷങ്ങൾ പൊട്ടിക്ക് കുറേ ഇല്ല. ഞാൻ അങ്ങനെ തുടങ്ങണം, ബിസിനസ് തുടങ്ങണമെന്ന് അങ്ങനെ ഒരുപാട് ചിന്തിച്ചു. ഞാൻ സിനിമ അതൊക്കെ തുടങ്ങിയാൽ നമുക്ക് പോകാൻ പറ്റുമോ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. ഇപ്പൊ കുറച്ച് നാളുകളായിട്ടുള്ളൂ, കുറച്ച് മാസങ്ങളായിട്ടുള്ളൂ അങ്ങനെ ഒരു ചിന്താഗതി വന്നിട്ട്. മാത്രമല്ല, എനിക്ക് സ്റ്റിച്ചിങ് ഒക്കെ പണ്ട് തുടങ്ങി അറിയാം. ഒരു ചെറുതിലേ തുടങ്ങി പഠിച്ചിട്ടുള്ളതാണ്. ഒരു പാരമ്പര്യമുണ്ട്. എൻ്റെ അമ്മച്ചിയുടെ അച്ഛനും അമ്മാമന്മാർക്കും എല്ലാവർക്കും സ്റ്റിച്ചിങ് അറിയാം. ഓക്കെ. അതിനകത്ത് ഒരു മാമൻ്റെ ജോലി തന്നെ സ്റ്റിച്ചിങ് ആണ്, വേറെ ഒരു ജോലിയില്ല. അപ്പോൾ പാരമ്പര്യമായിട്ട് ഞാൻ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. എൻ്റെ അനീത്തിമാരോ അല്ലെങ്കിൽ ചിറ്റയുടെ മക്കളോ വേറെ ആരും പഠിച്ചിട്ടില്ല, ഞാൻ മാത്രമാണ്. അപ്പോൾ അതിനോട് ഇഷ്ടമാണ്. എൻ്റെ അച്ഛനും അറിയാം സ്റ്റിച്ചിങ്. അതൊന്നും സ്ഥിരമായിട്ട് ആ ജോലിയല്ല ചെയ്തിരിക്കണമെങ്കിൽ അറിയാം. അപ്പോൾ എനിക്കറിയാം. ബിസിനസ് എന്നുള്ള ഒരു പ്ലാൻ വന്നപ്പോഴേ ഇതാണ് ഇത് മനസ്സിൽ വന്നു. കാരണം നമുക്ക് ഒരു കറക്റ്റ് ഐഡിയ ഉണ്ടായിരുന്നു. ഐഡിയ ഉണ്ട്. എനിക്ക് ഏത് കണ്ടാലും അത് മനസ്സിലാക്കിയിട്ട് കട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുമാത്രമല്ല, സ്റ്റിച്ചിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിരിക്കണം, പെർഫെക്റ്റ് ആയിരിക്കണം. അപ്പം ഞാൻ അത്ര കുറച്ച് പെർഫെക്റ്റ് ആയിട്ട് തയ്ക്കുന്ന കൂട്ടത്തിൽ, അല്ലെങ്കിൽ അത് അഴിച്ച് എന്ത് ചെയ്താലാണ് അത് പെർഫെക്റ്റ് ആക്കാന്നുള്ളത് കുറച്ച് ശ്രദ്ധിക്കും. അപ്പം അതിനകത്ത് എൻ്റെ വീട്ടിലെ അമ്മച്ചിയുടെ, എൻ്റെ മകളുടെ എല്ലാ ഡ്രസ്സുകളും ഞാനാണ് പണ്ട് മുതൽ തയ്ക്കുന്നത്. പുറത്ത് അങ്ങനെ പുറത്ത് കൊടുത്താൽ അത് മോശമായി പോവാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ വിചാരിച്ചു സ്റ്റിച്ചിങ് സെൻ്ററും കൂടി അതോടൊപ്പം ഉണ്ടെങ്കിൽ നല്ലതല്ലേ. മാത്രമല്ല, എനിക്കിപ്പോൾ ഒരു സിനിമ ഫുൾ ടൈം ഞാൻ ചെയ്യുന്നില്ല. ഫുൾ ടൈം സിനിമ ചോദിച്ചിട്ടൊരു വേഷം തരാമോ എന്ന് ഞാൻ ആരോടും പോയി ചോദിക്കുന്നില്ല. ഇല്ല, ഞാനിപ്പോൾ അങ്ങനെ ചോദിക്കാറില്ല. അതല്ല, എനിക്ക് അറിയുന്ന ആൾക്കാരും ഇപ്പൊ പടം ചെയ്യുന്നില്ല. എല്ലാം പുതുമുഖ ഡയറക്ടേഴ്സും റൈറ്റേഴ്സും ആണ്. അപ്പൊ എനിക്ക് ഒരു നല്ല ക്യാരക്ടർ ചെയ്താൽ ബാക്ക് ടു ബാക്ക് വരും. തീർച്ചയായിട്ടും അതെനിക്കറിയാം. ഇപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നുണ്ട്. ഓൾറെഡി എനിക്ക് 2-3 പടത്തിൽ വേഷം പറഞ്ഞു വെച്ചിട്ടുണ്ട്. 3 പടം എനിക്ക് ഓൾറെഡി ഉണ്ട്. അതിനകത്ത് ഒരു പടത്തിൽ നല്ലൊരു ആംഗ്ലോനിസ് ക്യാരക്ടർ ഞാൻ ചെയ്യുന്നത്, വെറൈറ്റി ക്യാരക്ടർ, ഏജ് ഒക്കെ ഉള്ളൊരു ക്യാരക്ടർ. അത് ജാനുവരിയിൽ ഡിസംബർ 28 അല്ലെങ്കിൽ ജാനുവരി ഫസ്റ്റ് വീക്കേ തുടങ്ങത്തുള്ളൂ. അപ്പോൾ അത് ആവുന്നല്ലേ ഉള്ളൂ. പിന്നെ ഒരു ജാനുവരി തന്നെ തുടങ്ങുന്ന ഒരു പടം ഇന്നലെ വിളിച്ചിട്ട് ഒരു ജാനുവരിയിലാണ് ആ ക്യാരക്ടർ സിനിമ തുടങ്ങുന്നത്. വേഷം എന്താണെന്ന് പറഞ്ഞിട്ടില്ല. ചേച്ചിക്കിനോട് 1-2 ദിവസത്തിനുള്ളിൽ ഡയറക്ടർ ആരെങ്കിലും വിളിച്ചിട്ട് പറയുമെന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ തോമസ് തോപ്പിൽ കൂടി എന്ന് പറഞ്ഞ പുള്ളിയുടെ ഒരു പടമുണ്ട്. അത് നല്ല ക്യാരക്ടറാണ്. അപ്പം അത് നവംബറിലൊക്കെ തുടങ്ങണ്ടാണ് എന്തോ മാറ്റി. ഞാൻ പിന്നെ അത് ചോദിച്ചിട്ടില്ല. നമ്മൾ വെറുതെ ചോദിച്ചാൽ അവർക്ക് ടെൻഷൻ ആവണ്ടല്ലോ. അവരത് എപ്പോഴാണ് തുടങ്ങണമെന്ന് വെച്ചിട്ട് തുടങ്ങട്ടെ. അപ്പോഴേക്ക് നമുക്ക് നമ്മുടേതായ ജോലികൾ ചെയ്യാമല്ലോ. ചേച്ചിക്ക് തോന്നിയിട്ടുണ്ടോ കുറച്ചുകൂടെ ഞാൻ ചാൻസസ് ചോദിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ വേഷങ്ങളൊക്കെ കിട്ടുമായിരുന്നു? ചില സമയത്തൊക്കെ ആരോടെങ്കിലൊക്കെ ചോദിച്ചാൽ കിട്ടിയാൽ അവർ പറയും വിളിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. എവിടെയെങ്കിലും വെച്ചൊക്കെ നമ്മൾ എല്ലാ ഫംഗ്ഷനിലൊക്കെ ചോദിക്കും, അയ്യോ അഭിനയിക്കുന്നുണ്ടോ? ഞങ്ങൾ അപ്പം ആരോ പറഞ്ഞു അഭിനയിക്കുന്നില്ല എന്ന് പറഞ്ഞു. അത് കാരണം ഞാൻ ബാംഗ്ലൂർക്ക് സെറ്റിൽ ആയതാണ്. പക്ഷെ എനിക്ക് അവിടുത്തെ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ പിടിക്കാതെ ഞാൻ തിരിച്ച് ഇങ്ങോട്ട് തന്നെ ചേക്കേറി, നാടേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ വന്ന് ഞാൻ വീണ്ടും അഭിനയിക്കുന്നു എന്നുള്ളത് ആർക്കും അറിയത്തില്ല. അവിടെയാണ് ഓർത്തിരിക്കുന്നത്. ഞാൻ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും എല്ലാവരും ഒക്കെ കാണും. എന്തെങ്കിലും വേഷം നല്ലത് ചെയ്താൽ മതി ചേച്ചി. ഈ ചെറിയ ഒരു ഫ്രണ്ട്ഷിപ്പിലൊക്കെ പോയിട്ട് എനിക്ക് കുറേ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇയാളൊരു പടം ചെയ്യണം, നമ്മൾ പരിചയം ഉണ്ടെങ്കിൽ ചേച്ചി ഒരു ക്യാരക്ടർ ഉണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ ശരി, ഞാനത് എന്താണെന്ന് അറിയാതെ വന്ന് ചെയ്യണം. അപ്പം അങ്ങനെ കുറേ നമുക്ക് ചെറിയ ക്യാരക്ടറൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പോകാനായിട്ട് എനിക്ക് വീണ്ടും താല്പര്യമില്ല. അപ്പം നമ്മളൊരു സെക്കൻഡ് എൻട്രി എന്ന് പറയുമ്പോൾ എപ്പോഴും നല്ലൊരു എൻട്രി തന്നെ ആയിരിക്കണം എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. എന്തെങ്കിലും ചെയ്യാനുള്ളത്. അപ്പം എന്നെ വിളിച്ചതും എന്നെ അറിയുന്നവർ, ഞാനത് ചെയ്തോളും എന്ന് അറിയുന്നവർ മാത്രമാണ് വിളിക്കുന്നതും ചെയ്യുന്നതും. അപ്പോൾ പുതിയ ആൾക്കാർ ചിലരോടൊക്കെ എന്നെ അറിയുന്നവർ ബിന്ദു ചേച്ചി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കാര്യമുണ്ടെന്ന് വെച്ചാൽ അത്രയും അവർ ചെറിയ നിക്കറിട്ട സമയത്ത് മുതൽ എന്നെ കാണുന്നതായിരിക്കും. അങ്ങനത്തെ പിള്ളേരൊക്കെ വരും പറയും, ചേച്ചി പടമുണ്ട് ചേച്ചി വിളിക്കാട്ടോ എന്നൊക്കെ പറയാറുണ്ട്. ബുട്ടീക്കിന്റെ പേരും കൂടെ നമ്മൾ പറയാറുണ്ട്, ഐനീസ് ബുട്ടീക്ക്. ഓക്കെ, അതെന്താ അങ്ങനെ ഒരു പേര്? എനിക്കൊരു വേറെ പേരും കൂടി ഉണ്ട്, ഐനിരാജ്. ബിന്ദുരാജൻ, 3 പേരാ. ഐനിരാജ് എന്ന് മാത്രം ഇട്ടേക്കണത്. രാജൻ എന്നുള്ളത് ഷോർട്ടാക്കി രാജ് എന്നിട്ടുണ്ട്. പിന്നെ ബിന്ദുരാജൻ എൻ്റെ ഒഫീഷ്യലാണ്. പിന്നെ നമ്മൾ അറിയാമല്ലോ പടത്തിൽ അറിയപ്പെടുന്ന ബിന്ദു വരാപ്പഴാണ്. അപ്പോൾ ഇത് എല്ലാത്തിൻ്റെയും കൂടി ഐനീസ് എന്ന് പറഞ്ഞാൽ നല്ലൊരു മീനിങ് ആണ് അത്. അപ്പോൾ ഐനീസ് ബൊട്ടിക് എന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ തന്നെയാണ് അതിൻ്റെ മോഡൽ ചെയ്യുന്നത്. അത് എനിക്ക് തോന്നുന്നു ഡിസംബർ ഒരു ഫസ്റ്റ് വീക്കോട് കൂടി തുടങ്ങണം എന്നാണ് ആഗ്രഹം. ഇന്റീരിയർക്ക് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ, കുറച്ച് പണികളൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ പുറകെയാണ്. എങ്ങനെയെങ്കിലും ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ അതിന്റെ ചെറുപ്പോ വലിപ്പമൊന്നും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. അത് എങ്ങനെയെങ്കിലും തുടങ്ങണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ ഇരിക്കുന്നു. സിനിമയും ബിസിനസ്സും ഇനി ഒരുമിച്ച് കൊണ്ടുപോകാം. തീർച്ചയായിട്ടും
സിനിമ നല്ലത് വരുമ്പോൾ മാത്രം പോയി ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് ജീവിക്കണ്ടേ. ഓക്കെ, വേറെ എന്തെങ്കിലും പുതിയ വിശേഷങ്ങൾ ഇതല്ലാതെ നമ്മളോട് പങ്കുവയ്ക്കും? പുതിയ വിശേഷം ഇത് തന്നെയാണ്. ഇനി വരുന്ന പടങ്ങൾ, നമ്മൾ തേടി വരുന്ന പടങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ളവരുടെ പടങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന നല്ല ക്യാരക്ടർ മാത്രം ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സായിട്ട് മുന്നോട്ട് പോവുക. അങ്ങനെയാണ് ഫ്യൂച്ചർ പ്ലാൻസ് ഇതൊക്കെയാണ്. അതെ. ഓക്കെ, എന്തായാലും ചേച്ചിനെ കണ്ടതിൽ വളരെയധികം സന്തോഷം. കുറേ വിശേഷങ്ങൾ കണ്ടു. തീർച്ചയായിട്ടും. ഇനി നമ്മൾ കാണുമ്പോഴേക്കും ഐനീസിന്റെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പോകും. തീർച്ചയായിട്ടും. നല്ല വേഷങ്ങൾ കിട്ടട്ടെ. താങ്ക് യു.